മക്കളെ, വെൽക്കം ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം, നമ്മൾ കൊല്ല പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഇത്, നമ്മുടെ ഹോണസ്റ്റി പേസ് എന്നുള്ളത് അല്ലേ. യെസ്, അപ്പൊ ഈ ഹോണസ്റ്റി പേസ് എന്ന് പറയുന്ന പാഠം നമ്മളെല്ലാവരും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. സോ നമുക്കറിയാം, നമ്മൾ അതിൽ ആരുണ്ട്, ഇതിൽ നമ്മൾ കാണുന്നത് പോലും നമ്മുടെ ഒരു ഫാമർ ഉണ്ട്, ഫാമറെ വൈഫ് ഉണ്ട്, അതേപോലെ ആരുണ്ട്, ഒരു നല്ല രാജാവും ഉണ്ട് അല്ലേ. അപ്പൊ ഇവര് 3 പേരും കൂടിയുള്ള ഒരു കഥയാണ് ഏത്, നമ്മുടെ ഹോണസ്റ്റി പേസ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി. നമ്മളത് പഠിച്ചതാ അല്ലെ, നമ്മളത് പഠിച്ചതാണ്. ആരാണ് നമ്മുടെ ഫാമർ, അല്ലെങ്കിൽ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിരുന്നു നമ്മുടെ ഫാമർ, ഹൗ ദ പേഴ്സൺ ഹി ഈസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലെ, കാർണിവൽ കാണാൻ പോകണം എന്ന ആഗ്രഹം പറഞ്ഞ നമ്മുടെ ഫാമർ ഭാര്യനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള, വളരെ നല്ലൊരു കൈൻഡ് ആയിട്ടുള്ള ഒരു രാജാവിനെ നമ്മൾ കണ്ടു അല്ലേ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാണ്, ദി ഫാമർ കെയിം ബാക്ക് ഹോം, നമ്മുടെ കർഷകൻ എന്ത് ചെയ്യാണ്, തിരിച്ചു വീട്ടിലേക്ക് വന്ന്. ഓക്കെ, ഹി എക്സ്പ്ലെയിൻസ് എവറിത്തിങ് വിത്ത് ഹിസ് വൈഫ് അല്ലേ. അദ്ദേഹം വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും, കൊട്ടാരത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയാണ്. ഓക്കെ, റൈറ്റ് എ കോൺവെർസേഷൻ ദ, ഇവിടെ നമ്മളെടുത്തൊരു സംഭാഷണം എഴുതാനാ പറയുന്നത്. അപ്പൊ നോക്ക്, നമ്മളിവിടെ പറഞ്ഞ 2-3 കാര്യങ്ങൾ എന്താണ്, ദ ഫാമർ കെയിം ഹോം, നമ്മുടെ ഫാമർ എന്ത് ചെയ്തു, അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരാണ്. ആ കൊട്ടാരത്തിൽ വെച്ചുണ്ടായിട്ടുള്ള എല്ലാ സംഗതികളും എന്ത് ചെയ്യണം, നമ്മൾ ഭാര്യനോട് പറയണം. അപ്പോ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതാ. നോക്ക്, ദ ഫാമർ, നമ്മൾ ഇങ്ങനെ തുടങ്ങാട്ടോ. ഡിയർ, I want to tell you one thing. Dear, I want to tell you one thing. എനിക്ക് നിന്റെ അടുത്ത് എന്തുണ്ട്, I want to tell you one thing, ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. I want to tell you one thing. എനിക്ക് നിന്റെ അടുത്ത് എന്തുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ വൈഫ് എന്ത് പറയും, yes tell me, yes tell me, നിങ്ങൾ പറയേ. അപ്പൊ വൈഫ് നല്ല രീതിയിൽ എന്ത് പറയും, യെസ് ടെൽ മീ, നിങ്ങൾ പറയും. അപ്പൊ നമ്മുടെ ഫാമർ എന്ത് പറയും, I earned a coin by working hard. ഞാൻ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. എപ്പോഴും പണിയെടുക്കും, ജോലി തന്നെയാണ് ജോലി അല്ലേ. അങ്ങനെ ജോലി ചെയ്ത് സേവ് ചെയ്തൊരു ഗോൾഡ് കോയിൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. I kept, ഞാനത് എവിടെയാ വെച്ചത്, on the wall of the palace, ലൈക്ക് കൊട്ടാരത്തിന്റെ മതിലിന്റെ ഉള്ളിലാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാനത് സൂക്ഷിച്ചു വെച്ചത്. നമ്മുടെ കൊട്ടാരമില്ലേ, രാജകൊട്ടാരത്തിന്റെ മതിലിന്റെ ഉള്ളിലാണ് ഞാൻ എന്ത് ചെയ്തത്, അത് സുരക്ഷിതമായിട്ട് ഒളിപ്പിച്ചു വെച്ചത്. ടുഡേ ഐ വെന്റ് ടു ദ പാലസ് ടു ടേക്ക് ദാറ്റ്. ഇന്ന് ഐ വെന്റ് ടു ദ പാലസ്, ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ പാലസിലേക്ക് പോയി. എന്തിനാ പോയത്, ടു ടേക്ക് ദാറ്റ് കോയിൻ ബാക്ക്, എന്റെ കോയിന് തിരിച്ചെടുക്കാനല്ലേ. സോ ടുഡേ ഐ വെന്റ് ബാക്ക് ടു ദ പാലസ് ടു ടേക്ക് ദ കോയിൻ ബാക്ക്, ലൈക്ക് ടു ടേക്ക് ദാറ്റ്, ആ കോയിൻ എടുക്കാൻ ഞാൻ ഇന്ന് പോയി. ദ കിങ് caught me and asked me to take the double gold from him. The king saw me, രാജാവ് എന്നെ കണ്ടു അല്ലേ. He caught me, അദ്ദേഹം എന്നെ പിടിച്ചു, രാജാവ് എന്നെ പിടിച്ചു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഫുള്ള് ചോദ്യം ചെയ്യലേ. And he asked me to take double gold coin അല്ലേ, അതിന്റെ ഇരട്ടി ഗോൾഡ് കോയിൻ, സ്വർണ്ണ നാണയം എന്നോട് എടുക്കാൻ പറഞ്ഞ്. I did not accept that. ഞാനത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. Why should I accept? ഞാൻ എന്തിനാ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്, because that's not mine. എനിക്ക് ആകെ എന്തുള്ളൂ, എനിക്ക് ഒരേ ഒരു സ്വർണ്ണ നാണയം മാത്രമേ ഉള്ളൂ. ഞാൻ നേടിയത്, ഞാൻ സമ്പാദിച്ചത്, ഞാൻ സേവ് ചെയ്തത് എന്താണ്, ഒരേ ഒരു സ്വർണ്ണ നാണയമാണ് അല്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഒരു സ്വർണ്ണ നാണയം മാത്രമാണ് എന്തുള്ളത്, എന്റേതുള്ളത്. ഇത് എന്തല്ല, എന്റെ സ്വർണ്ണ നാണയമില്ല. അതുകൊണ്ട് തന്നെ I did not accept that. ഞാൻ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്തില്ല. I told the king, ഞാൻ രാജാവിനോട് പറഞ്ഞ് I don't want this അല്ലേ, എനിക്കിത് വേണ്ടാന്നെന്താണ് ഞാനത് പറയും. I did not accept that. The king played many tricks. രാജാവ് പല ഐഡിയ എടുത്തു നോക്കിയില്ലേ, പക്ഷെ എന്താണ്, but I did not accept, ഞാൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്തില്ല ഇത്, മറ്റൊരു സ്വർണ്ണ നാണയം. ലാസ്റ്റ് ഐ വോൺ, അവസാനം എന്ത് ചെയ്തു, ഞാൻ ജയിച്ച്.
അവസാനം ഞാനാണ് എന്ത് ചെയ്തത്, ജയിച്ചത്. ഞാൻ ജയിച്ചു. ഐ ഗോട്ട് മൈ ഗോൾഡ് കോയിൻ. എനിക്ക് എൻ്റെ ഗോൾഡ് കോയിൻ എന്താണ്, എനിക്ക് തിരിച്ചു കിട്ടി. സോ ലാസ്റ്റ് who won? I won. And last I got my coin back. എനിക്ക് എന്ത് കിട്ടി, എൻ്റെ ഗോൾഡ് കോയിൻ എനിക്ക് തിരിച്ചു കിട്ടി. നോക്കുക, ദ കിങ് admired me. രാജാവിന് ഭയങ്കര ഇഷ്ടമായി. രാജാവ് പറഞ്ഞു, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ ട്രൂത്ത്ഫുൾ നേച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോക്കുക, he gifted more gold coins for my honesty. അപ്പൊ രാജാവ് എന്ത് പറഞ്ഞു, നിങ്ങളുടെ ഓണസ്റ്റി, ഇറ്റ് ഇസ് നോട്ട് ഹോണസ്റ്റി, ഇറ്റ് ഈസ് ഓണസ്റ്റി, നിങ്ങളുടെ സത്യസന്ധത കാരണം നിങ്ങൾക്ക് എൻ്റെ വക എന്തുണ്ട്, ഐ ഹാവ് എ സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ യു. എൻ്റെ വക എന്തുണ്ട്, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. സോ നിങ്ങൾ ഈ ഗിഫ്റ്റ് ബോക്സ് എന്തെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ സ്വീകരിക്കണം. ഇതിൽ എന്തുണ്ട്, നിറയെ സ്വർണ്ണ നാണയങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഫുൾ എന്ത് കൊടുത്ത്, ഗോൾഡ് കോയിൻസ് കൊടുത്ത്. ഓക്കെ, ആ സ്വർണ്ണ നാണയങ്ങൾ ഗിഫ്റ്റ് ആർക്ക് കൊടുത്ത്, നമ്മുടെ ഫാമറിന് കൊടുത്ത്. അപ്പൊ നമ്മുടെ വൈഫ് ഇതെല്ലാം കേട്ടിട്ട് പറയാം, ഓ ദാറ്റ്സ് ഗ്രേറ്റ്, ഇത്രയും സംഗതികൾ ഉണ്ടായോ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ അല്ലേ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓ മൈ ഗാഡ്, ഇത്രയും വിശേഷങ്ങൾ ഉണ്ടായല്ലേ എന്ന് ആര് പറയാണ്, നമ്മുടെ വൈഫ് പറയാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മറന്നു പോകാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക്, ഇതെന്ത് ചെയ്യാൻ നിർബന്ധമായിട്ട് ഈ ചോദ്യം നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫാമർ, ഇനി നമ്മൾ സംഭാഷണം പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് എന്ത് പഠിക്കാനുണ്ട്, നമുക്ക് തോട്ട് റൈറ്റിംഗ് പഠിക്കാനുണ്ട് അല്ലേ, നമുക്ക് റിഡിൽ ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട്, നമുക്ക് അതേപോലെ ഇതിൽ എന്ത് പഠിക്കാനുണ്ട്, വേറെ പല ക്വസ്റ്റ്യൻസും പഠിക്കാനുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പഠിക്കാനുണ്ട്, പോയിന്റ് കംപ്ലീറ്റിംഗ് പഠിക്കാനുണ്ട് അല്ലേ, നമുക്കിതിൽ എന്താണ് ചിത്രം വരയ്ക്കാനുള്ള പിക്ചർ ഡ്രോയിങ്, അതേപോലെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ പഠിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് എന്തുണ്ട്, നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, പരീക്ഷേൻ്റെ സമയത്ത് എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യടാ, നമ്മളെ യൂട്യൂബിൽ നമ്മുടെ 3ാം ക്ലാസ്സിൻ്റെ ചാനലിൽ എന്ത് ചെയ്യും, എല്ലാ വീഡിയോസും എന്താണ് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാ ദിവസവും വീഡിയോസ് ഏതൊക്കെയാണ് അപ്ലോഡ് ആവുന്നതെന്നൊന്നും എന്ത് ചെയ്യുക, നിങ്ങൾ ഫോൺ ഉമ്മൻ്റെ ഫോണിലോ ഉപ്പൻ്റെ ഫോണിലോ ആരുടെ ഫോണിൽ വെച്ചാൽ എടുത്ത് നോക്കുക. അതിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുള്ള ആ വീഡിയോസ് നിങ്ങൾ കാണാം. ഓക്കെ, സോ താങ്ക് യു. വി സ്റ്റോപ്പ് ഹിയർ. ബൈ ബൈ.